എല്ലാവർക്കും നമസ്കാരം. ഓൺലൈൻ OVBSന്റെ ഒരു പുതിയ ദിവസം കൂടെ സമാഗതമായിരിക്കുന്നു. ഇന്നും പ്രാർത്ഥനയോടെ തന്നെ നമ്മൾ ആരംഭിക്കുകയാണ്. എന്നാൽ ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ലോകം മുഴുവൻ കോവിഡ് കൊണ്ട് വിഷമിക്കുമ്പോൾ നമുക്ക് കിട്ടിയ ഒരു കൊച്ചു സന്തോഷത്തിൻ്റെ നന്ദി യേശുവപ്പച്ചനെ അറിയിച്ചുകൊണ്ട് കത്തെഴുതി ഒരു പ്രാർത്ഥനയാക്കിയ ശ്രീ അലൻ സിജു, 4ാം ക്ലാസ്സുകാരനാണ്, സെന്റ് മേരീസ് മഹാ ഇടവക കൂടൽ. ആ കൊച്ചു ബാലൻ്റെ ആ പ്രാർത്ഥനയിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ ഓൺലൈൻ OVBS ആരംഭിക്കുന്നത്. ആരുടെയും ഹൃദയത്തിൽ സ്പർശിക്കുന്ന ആ കത്തിലൂടെ നമുക്ക് ഇന്നത്തെ ഓൺലൈൻ OVBS ആരംഭിക്കാം. എത്രയും സ്നേഹം നിറഞ്ഞ എൻ്റെ യേശുപ്പച്ചനെ, ലോകം മുഴുവനും കൊറോണ കാരണം സങ്കടപ്പെട്ടിരിക്കുന്ന ഈ സമയത്ത് കൊച്ചു കുട്ടികളായ ഞങ്ങൾക്ക് ലഭിച്ച ഒരു വലിയ സന്തോഷം യേശുപ്പച്ചനെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. കൊറോണ കാരണം ഓശാനയിലും പെസഹായിലും ദുഃഖവെള്ളിലും ഉയർപ്പ് പെരുന്നാളിലും ഞായറാഴ്ച കുർബാനയിലും സൺഡേ സ്കൂളിലും ഒന്നും പങ്കെടുക്കാൻ കഴിയാതെ ആകെ കുട്ടികളായ ഞങ്ങൾ എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് വർഷത്തിലൊരിക്കൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ സന്തോഷിക്കുന്ന OVBS ഓൺലൈനായി ഞങ്ങളെ തേടിയെത്തിയത്. പുതിയ നല്ല പാട്ടുകളും ആക്ഷൻ സോങ്ങുകളും മനഃപ്പാഠവാക്യങ്ങളും ഗെയിമുകളും ഒത്തിരി സന്തോഷത്തോടെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. എല്ലാ ദിവസവും ഞങ്ങൾ അഭിനന്ദിക്കുവാനും സന്ദേശങ്ങൾ നൽകുവാനും ഞങ്ങളുടെ പ്രിയപ്പെട്ട തമ്പി വർഗീസ് അച്ഛനും ജെറിൻ ജോൺ അച്ഛനും ടീച്ചർമാരും എത്താറുണ്ട്. ഞങ്ങൾ കുട്ടികൾ വീട്ടിൽ ഇരുന്ന് ഇതിൽ പങ്കെടുക്കാറുണ്ട്. കൊറോണ എന്ന സാത്താൻ യേശുപ്പച്ചന്റെ ദേവാലയങ്ങൾ അടപ്പിച്ചപ്പോൾ യേശുപ്പച്ചൻ ഓരോ ഭവനങ്ങളെയും ദേവാലയങ്ങളാക്കി മാറ്റിയില്ലേ? അടുത്ത വർഷത്തെ OVBS പള്ളിയിൽ വെച്ച് ഭംഗിയായി നടക്കുവാൻ യേശുപ്പച്ചൻ അനുഗ്രഹിക്കണം. അതിനുവേണ്ടി ഞങ്ങൾ കുട്ടികൾ എല്ലാവരും യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കുന്നു. ഈ വർഷത്തെ ഓൺലൈൻ OVBSന് വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും യേശുപ്പച്ചൻ അനുഗ്രഹിക്കണം. ഞങ്ങൾ ദേവാലയത്തിൽ സന്തോഷത്തോടെ എത്രയും പെട്ടെന്ന് ഒന്നിച്ച് കൂടാൻ യേശുപ്പച്ചൻ അനുഗ്രഹിക്കണം എന്ന് പ്രത്യാശയോടെ കൂടൽ സെന്റ് മേരീസ് ഓർത്തഡോക്സ് മഹാ ഇടവകയിലെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും വേണ്ടി അലൻ സിജു, 4ാം ക്ലാസ്. പ്രാരംഭ സന്ദേശമാണ് അടുത്തത്. ഇന്നത്തെ സന്ദേശം നമുക്ക് നൽകുന്നത്, ആശംസകൾ അറിയിക്കുന്നത്, ഏറെക്കാലം നമ്മുടെ സൺഡേ സ്കൂളിനെയും OVBSനെയും ഭദ്രാസനത്തിൽ നയിച്ച മുൻ ഡയറക്ടർ പ്രൊഫസർ ജോസ് വി കോശ് സാറാണ്. ജോസ് വി കോശ് സാറിൻ്റെ സന്ദേശത്തിലേക്ക്. OVBSന്റെ 2020 ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മുടെ ഭദ്രാസനത്തിൽ എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും വളരെ ഭംഗിയായി നടക്കുന്നു എന്നറിയുന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതിന് മുമ്പിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകരെയും പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ലോകം വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വർഷത്തെ OVBS ഓൺലൈനായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. സ്റ്റേ ബ്ലെസ്ഡ്, അനുഗ്രഹീതരായി വസിപ്പിൻ എന്നുള്ളതാണ് ഈ വർഷത്തെ ചിന്താവിഷയം. പ്രതികൂല സാഹചര്യങ്ങളിൽ പ്രത്യാശയോടുകൂടിയും ദൈവാശ്രയത്തോടുകൂടിയും മുമ്പോട്ട് പോകുവാനുള്ള വലിയൊരു ആഹ്വാനമാണ് ഈ ചിന്താവിഷയത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ പൂർവ്വപിതാക്കളൊക്കെ പല പ്രതിസന്ധികളെയും അതിജീവിച്ച് ദൈവാശ്രയത്തിലൂടെ മുന്നോട്ട് പോയിട്ടുള്ളവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ
പ്രോബ്ലംസിനെ പ്രോജക്റ്റുകളാക്കി മാറ്റുന്നവരാണ് യഥാർത്ഥ ജീവിത വിജയം കണ്ടെത്തുന്നവർ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ധാരാളം ഉദാഹരണങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവാശ്രയത്തിലൂടെ ഉയർന്നു വന്ന അനേകം വ്യക്തികളെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. കേവലം ഒരു ആട്ടിടയനായ ദാവീദ് തൻ്റെ ദൈവവിശ്വാസത്തിലൂടെ ഇസ്രായേലിലെ മധുര ഗായകനായിട്ടും രാജാവായിട്ടും മാറുന്ന ചരിത്രം നാം വായിക്കുന്നുണ്ട്. തടിച്ച നാവുള്ള വിക്കനായ മോശ ദൈവാശ്രയത്തിലൂടെ ഇസ്രായേൽ ജനതയെ പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത നാടായ കനാനിലേക്ക് നയിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. സഹോദരന്മാരാൽ പൊട്ടക്കിണറ്റിൽ തള്ളിയിടപ്പെട്ടവനായ ജോസഫ് തികഞ്ഞ ദൈവാശ്രയത്തിലൂടെ മിസ്രൈമിലെ മന്ത്രിയാവുകയും സ്വന്തം കുടുംബത്തിന് സഹായം ചെയ്യുന്നവനായി മാറുകയും ചെയ്യുന്ന ചരിത്രം നാം വായിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഏത് പ്രതിസന്ധി കടന്നു വന്നാലും അവിടെയൊക്കെ താളടിയാകാതെ ആത്മവിശ്വാസത്തോടും ദൈവാശ്രയത്തോടും കൂടെ മുമ്പോട്ട് പോയാൽ ദൈവം നമ്മെ വഴി നടത്തും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ഈ വർഷത്തെ പ്രത്യേകമായ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുന്നതിനും OBS നടത്തുന്നതിനും സാധിക്കാതെ വന്നിരിക്കുന്നത്. അത് മറ്റൊരു വിധത്തിൽ നമ്മൾ അനുഗ്രഹകരമായി മാറ്റിയിരിക്കുകയാണ്. വീട്ടിൽ നിന്നുകൊണ്ട് ഓൺലൈനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ പങ്കെടുക്കുന്ന OBS പഠന പരിപാടികൾ ഈ വർഷം നമ്മൾ ഇപ്രകാരം ക്രമീകരിച്ചിരിക്കുകയാണ്. അത് നമ്മുടെ ഭദ്രാസനത്തിൽ വളരെ ഭംഗിയായിട്ട് നടന്നു പോകുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. ഇതിന് പിമ്പിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഭദ്രാസനത്തിലെ 5 ഡിസ്ട്രിക്റ്റുകളിലെയും പ്രവർത്തകര് ഭദ്രാസനത്തിലെ ഭാരവാഹികൾക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഭംഗിയായിട്ട് OBS ഓൺലൈൻ കോഴ്സ് ക്രമീകരിച്ചിരിക്കുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. സൺഡേ സ്കൂളിൻ്റെ ഒരു പഴയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എല്ലാ വിധത്തിലുള്ള അനുമോദനങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കും. ഇന്നും പതിവ് പോലെ നമുക്ക് ചിലതൊക്കെ പഠിക്കാനുണ്ട്. ഇന്ന് കൂടുതലും പാട്ടുകളാണ്. അതിനു മുമ്പ് ഒരു ചെറിയ സന്തോഷം, നിങ്ങൾക്ക് കൂടുതൽ സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് പാട്ടിലേക്ക് പോകാം. ഞാൻ 7ാമത്തെ ദിവസം ഒരു ചെറിയ ടാസ്ക് ആക്ടിവിറ്റി തന്നിരുന്നു. ഒരു കുഞ്ഞു പാട്ടിൻ്റെ ആക്ഷൻ നിങ്ങൾ അയക്കാൻ പറഞ്ഞിരുന്നു. കൂട്ടുകാർ ഒത്തിരി പേര് ആക്ഷൻ സോങ് എനിക്ക് അയച്ചു തന്നു. നിങ്ങൾക്ക് തന്നിരുന്ന വാഗ്ദാനം, അതിൽ നല്ല ഒരെണ്ണം, എല്ലാം നല്ലതായിരുന്നു, അതിൽ ഒരെണ്ണം ഞാൻ സെലക്ട് ചെയ്ത് ഈ പരിപാടിയിലൂടെ കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഒരെണ്ണം തിരഞ്ഞെടുത്തത് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുകയാണ്. മറ്റ് കിട്ടിയതൊന്നും മോശമായിരുന്നൊന്നും അതിനർത്ഥമില്ല. ഒരെണ്ണം, ആ ഒരെണ്ണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത് ഇളമണ്ണൂർ സെന്റ് തോമസ് ദേവാലയത്തിലെ OBS യൂണിറ്റിൽ നിന്ന് വന്നതാണ്. അതിലുള്ളത് ഡോറ സാറാ സുനിൽ ഈ 2 കുട്ടികളാണ് ഈ ആക്ഷൻ സോങ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. ഇനി പാട്ട് പഠിക്കാൻ പോവുകയാണ്. കൂടുതൽ ആമുഖങ്ങളൊന്നും ഇല്ല. പാട്ടൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ആക്ഷൻ സോങ് ആണ്. ആർക്കും വിഷമമില്ലല്ലോ. എന്തായാലും ആദ്യത്തെ ആക്ഷൻ സോങ് അങ്ങോട്ട് വയ്ക്കുകയാണ്. നിങ്ങളൊന്ന് തുടങ്ങി നോക്ക്. ബാക്കി ഞാൻ പിന്നെ പറഞ്ഞുതരാം.
ആക്ഷൻ സോങ് എന്നൊക്കെ കേൾക്കുമ്പം ഒരു ഇത്തിരി മുതിർന്ന കുട്ടികൾക്കൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടല്ലോ. അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. ഇനി അടുത്ത പാട്ട് വൺ ഓഫ് ദി ഹിറ്റ് സോങ്സ് ഓഫ് ദിസ് OBBS ആണ്. അത് ശരിക്കും നിങ്ങൾ എൻജോയ് ചെയ്തിട്ട് അതിൻ്റെ ആക്ഷൻ പഠിക്കണം. മുതിർന്ന കുട്ടികൾക്കുള്ളൊരു കോമ്പറ്റീഷൻ ആണെന്ന് തന്നെ വെച്ചോളൂ. അതിൻ്റെ ഒരു ആക്ടിവിറ്റി ഇതിൻ്റെ പുറകെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ് ആ പാട്ട് തന്നെ ഏതാണ്? ഇതാ ഓർമ്മയുണ്ടോ? എല്ലാം പിടിയിട്ടു കണ്ടു നോക്കാം, കേട്ടു നോക്കാം. നാണിക്കണ്ട. ഇതിൽ ആക്ഷൻ കാണിച്ചിരിക്കുന്ന എന്നേക്കാൾ പ്രായമുള്ള നിങ്ങളുടെ അങ്കിളുമാരും ആൻറ്റിമാരും ഒക്കെയാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് കളിക്കാൻ പറ്റും. ഒരു നാണം വേണ്ട, നേരെ. വളരെ സന്തോഷത്തോടെ നമ്മുടെ ഒരു പാട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ആക്ഷൻ പഠിച്ചിരിക്കുകയാണ്. കുറേ ആക്ഷൻ സോങ്ങുകൾ നമ്മൾ ഈ തവണ പഠിച്ചു. എല്ലാ പ്രായത്തിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ ആക്ഷൻ സോങ്ങുകൾ പ്രയോജനപ്പെട്ടു എന്ന് തന്നെ ഞാൻ കരുതുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ആക്ഷൻ സോങ്ങുകളും പഠിച്ച് നിങ്ങൾ വീഡിയോയിൽ ഷൂട്ട് ചെയ്ത് എനിക്ക് അയച്ചു തരിക. നാളെ നമ്മുടെ OBBS ഓൺലൈൻ റാലിയാണ്. നിങ്ങൾ അയച്ചു തരുന്ന ഈ പ്രോഗ്രാമുകളാണ് ഈ റാലിയിൽ ഉടനീളം ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരം റാലിയായിരിക്കും. അത് നിങ്ങൾക്ക് ബോധ്യമാകും. അതിനടുത്ത ദിവസം നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ആരും മടിക്കാതെ എല്ലാവരും അവരുടെ പ്രോഗ്രാംസ് കൃത്യമായി ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ ഹെഡ് മാസ്റ്റേഴ്സിനെ ഏൽപ്പിക്കുക. അവരെനിക്ക് തന്നോളും. എന്തായാലും ഏറ്റവും സന്തോഷത്തിൻ്റെ ഒരു ദിവസത്തിൽ നമ്മൾ അടുത്ത ഒരു വർഷത്തേക്ക് ഈ സന്തോഷം ആവാഹിച്ചുകൊണ്ട് നമ്മുടെ OBBS ദിനങ്ങൾ ഈ വർഷം അവസാനിക്കുകയാണ്. ദൈവം സഹായിച്ചാൽ അടുത്ത വർഷം ഒരുമിച്ചിരുന്ന് പഠിക്കാനുള്ള ഒരു അനുഗ്രഹം ലഭിക്കാനായിട്ട് എല്ലാവരും ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ഒരു നല്ല ദിനം നിങ്ങൾക്ക് ഞാൻ ആശംസിക്കുന്നു. നാളെ നല്ലൊരു റാലി ആശംസിക്കുന്നു. ഒരു വർഷത്തെ സന്തോഷം ആശംസിക്കുന്നു. എല്ലാവർക്കും